സ്ഥലമാറ്റ ഉത്തരവ് ലഭിച്ച് 48 മണിക്കൂറിനകം ജോയിൻ ചെയ്യാത്ത ഉദ്യോഗസ്ഥരുടെ ശമ്പളം തടഞ്ഞുവെക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം. 110 ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തതിന് പിന്നാലെയാണ് വിവാദ നിർദ്ദേശവുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രംഗത്ത് വന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, എന്താണ് ഈ ഉത്തരവിന്റെ ഉള്ളടക്കം? എന്താണ് ഇതിലുള്ള വിശദീകരണം? ശ്യാം, റിജിത്ത്, നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ 110 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു അസാധാരണ ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. ഈ ഉത്തരവിനെതിരെ ഉദ്യോഗസ്ഥർ പ്രതിഷേധിക്കുന്നതിനിടെയാണ് 48 മണിക്കൂറിനകം ആ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട സ്ഥലത്ത് ചുമതലയേൽക്കാത്ത ഉദ്യോഗസ്ഥരുടെ ശമ്പളം തടഞ്ഞു വെക്കാൻ മോട്ടോർ വാഹന വകുപ്പിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ ഉത്തരവിന്റെ പകർപ്പാണ് നമുക്കിപ്പോൾ. സാധാരണമായൊരു ഉത്തരവാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം കിട്ടിയ സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ശമ്പളം നൽകേണ്ട എന്നുള്ളതാണ് ആ ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ ഫോമുകളും ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. സ്ഥലമാറ്റപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ എത്തിയില്ലെങ്കിൽ അത് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ നടപടിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിലുള്ളത്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ച് 48 മണിക്കൂറിനകം ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാത്തപക്ഷം ഈ ഉദ്യോഗസ്ഥരുടെ ശമ്പളം തടഞ്ഞു വെക്കാനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. വലിയ വിവാദത്തിൽ സ്വാഭാവികമായും അതാവുന്നുണ്ട്. കോടതിയെ സമീപിക്കാനടക്കമുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. എസ് ശ്യാംകുമാർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.